1791 സെപ്റ്റംബർ 9 അമേരിക്കൻ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ദിവസമാണെന്ന്. ആ ദിവസം പുതുതായി രൂപം കൊണ്ട ഫെഡറൽ നഗരത്തിന് ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടന്റെ ബഹുമാനാർത്ഥം വാഷിംഗ്ടൺ എന്ന് പേരിട്ടു. അതിനോടൊപ്പം ആ നഗരം സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ ജില്ലയ്ക്ക് കൊളംബിയ എന്ന പേരും നൽകി. ഈ പേരിടിയിൽ സാധാരണമായൊരു ഭരണ നടപടി മാത്രമായിരുന്നില്ല. അമേരിക്കൻ വിപ്ലവത്തിന് ശേഷമുള്ള ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു ഇത്. 1790 പ്രസിദ്ധമായ കോംപ്രമൈസ് ഓഫ് 1790 തലസ്ഥാനം പൊട്ടോമിക് നദിക്കരയിൽ സ്ഥാപിക്കപ്പെടാൻ തീരുമാനിച്ചത്. ജോർജ് വാഷിംഗ്ടൺ തന്നെയാണ് ആ സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം തിരഞ്ഞെടുത്തത്. റെസിഡൻസ് ആക്ട് ഓഫ് 1790 പ്രകാരം പുതിയ തലസ്ഥാന നഗരം രൂപപ്പെടുത്താൻ 3 കമ്മീഷണർമാരെ നിയമിച്ചു. തോമസ് ജോൺസൺ, ഡാനിയൽ കരോൾ, ഡേവിഡ് സ്റ്റുവർട്ട് എന്നിവരാണ് അവർ. 1791 ജനുവരിയിൽ തുടങ്ങി വലിയ സർവേ നടത്തി. ആൻഡ്രൂ എലിക്കോട്ട് നേതൃത്വം വഹിച്ച സർവേയിൽ പ്രസിദ്ധ ആഫ്രിക്കൻ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ബാനേക്കർ വലിയ സംഭാവനകൾ നൽകി. അദ്ദേഹം നടത്തിയ ആകാശ നിരീക്ഷണങ്ങളും കണക്കുകളും ഫെഡറൽ ജില്ലയിലെ അതിർത്തികൾ നിർണ്ണയിക്കാൻ സഹായകരമായി. നഗരത്തിന്റെ രൂപകൽപ്പന ഫ്രഞ്ച് എഞ്ചിനീയറായ പിയർ ചാൾസ് ലൻഫാറ്റ് കൈകാര്യം ചെയ്തു. യൂറോപ്യൻ ശൈലിയിൽ വിശാലമായ റോഡുകൾ, വലിയ ചത്വരങ്ങൾ, ക്യാപിറ്റോൾ കെട്ടിടത്തെയും പ്രസിഡന്റിന്റെ ഭവനത്തെയും കേന്ദ്രീകരിച്ച ഭംഗിയാർന്ന നഗര ദൃശ്യകൽപ്പന അദ്ദേഹം തയ്യാറാക്കി. ഇന്നത്തെ വാഷിംഗ്ടണിലെ അവന്യൂകളും ചത്വരങ്ങളും അദ്ദേഹത്തിന്റെ ദൂരദർശിത്വത്തിന്റെ ഫലമാണ്. അങ്ങനെ 1791 സെപ്റ്റംബർ 9 അന്നേ ദിവസമാണ് കമ്മീഷണർമാർ ഔദ്യോഗിക കത്ത് തയ്യാറാക്കി. അതിലവർ പ്രഖ്യാപിച്ചു, ഫെഡറൽ നഗരം ഇനി മുതൽ സിറ്റി ഓഫ് വാഷിംഗ്ടൺ എന്നും ഫെഡറൽ ജില്ല ടെറിട്ടറി ഓഫ് കൊളംബിയ എന്നും അറിയപ്പെടും. ഈ കത്തിൽ ഒപ്പുവെച്ചത് ജോൺസൺ, കരോൾ, സ്റ്റുവർട്ട് എന്നീ 3 കമ്മീഷണർമാർ തന്നെയാണ്. വാഷിംഗ്ടൺ എന്ന പേര് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റിന് നൽകിയ ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു. അദ്ദേഹം വിപ്ലവത്തിന്റെ നേതാവും രാജ്യത്തിന്റെ പിതാവും തലസ്ഥാനത്തിന്റെ സ്ഥാപകനുമായിരുന്നു. അതേസമയം കൊളംബിയ എന്ന പേര് ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രതീകമായി ഉപയോഗിച്ചിരുന്ന കാവ്യാത്മക നാമമായിരുന്നു. കൊളംബസ് എന്ന പേരിൽ നിന്നെടുത്ത സ്ത്രീലിംഗ രൂപമായിരുന്നു അത് സ്വാതന്ത്ര്യത്തിൻ്റെയും പുതിയ രാഷ്ട്രത്തിൻ്റെ ആശയങ്ങളുടെയും പ്രതീകമായി. പേരിടിയിലിന് ശേഷം 1791 ഒക്ടോബറിൽ തന്നെ ആദ്യത്തെ ഭൂമിലേലം നടന്നു. 1793 ക്യാപിറ്റോൾ കെട്ടിടത്തിൻ്റെ അടിസ്ഥാനശില സ്ഥാപിക്കപ്പെട്ടു. അതേ വർഷം പ്രസിഡന്റിന്റെ ഭവനത്തിന്റെ നിർമ്മാണവും തുടങ്ങി. 1800 അമേരിക്കൻ ഫെഡറൽ സർക്കാർ താൽക്കാലിക തലസ്ഥാനമായിരുന്ന ഫിലാഡൽഫിയയിൽ നിന്ന് പുതിയ തലസ്ഥാനമായ വാഷിംഗ്ടണിലേക്ക് ഔദ്യോഗികമായി മാറി. 1791 സെപ്റ്റംബർ 9 പേരിടൽ തീരുമാനത്തിലൂടെ അമേരിക്ക തന്റെ തലസ്ഥാനത്തിന്റെ സ്ഥിരമായ വ്യക്തിത്വം സൃഷ്ടിച്ചു. വാഷിംഗ്ടൺ എന്ന പേര് വിപ്ലവത്തിന്റെ സ്മരണയും ദേശീയ ഐക്യത്തിന്റെ പ്രതീകവുമായി മാറി. കൊളംബിയ അമേരിക്കയെ ലോകത്തിനു മുന്നിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി അവതരിപ്പിച്ചു. ഒരു നഗരത്തിന് നൽകിയ പേര് മാത്രമല്ല, ദേശനിർമ്മാണത്തിന്റെ പ്രഖ്യാപനമായിരുന്നു 1791 സെപ്റ്റംബർ 9 സംഭവം. ഇന്ന് ലോകജനാധിപത്യത്തിന്റെ ഹൃദയം പോലെ നിലകൊള്ളുന്ന നഗരം വാഷിംഗ്ടൺ DC. അതിൻ്റെ പേര് തന്നെ അമേരിക്കൻ സ്വപ്നത്തെയും ചരിത്രത്തെയും പ്രതിനിധീകരിക്കുന്നു.